ഹായ് കൂട്ടുകാരെ, റെയിൻ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ബോഗൻവില്ലയുടെ വീഡിയോ ആണ്. നമ്മുടെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് ഒക്കെയുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമ്മൾ ഏതൊക്കെ വെറൈറ്റീസാണ് നമ്മുടെ ഇവിടെ ഉള്ളതെന്നുള്ള ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് ഏകദേശം ബോഗൻവില്ലയുടെ പൂക്കാലമൊക്കെ കഴിഞ്ഞ് വരികയാണ്. ഇനി അധികം ആൾ ഈ മെയ് ആയി. ഇനി മെയ് കഴിഞ്ഞ് ജൂൺ ആകുമ്പോഴത്തേക്കും മഴയാണ്, പിന്നെ പൂക്കളൊക്കെ കുറയുന്നൊരു ടൈമാണ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ ഫ്ലവറിങ് ഒക്കെ കുറേയൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഉള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വെറൈറ്റീസ് എല്ലാത്തിലും ഒന്നും ഫ്ലവർ ഇല്ല. മിക്കവാറും എല്ലാം 2-3 സ്റ്റേജ് കഴിഞ്ഞ് 2-3 സ്റ്റേജായിട്ടാണ് ഇങ്ങനെ ഫ്ലവർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫ്ലവറിങ് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് എണ്ണത്തിൽ നല്ലപോലെ ഫ്ലവറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം നമ്മുടെ ബോഗൻവില്ലയുടെ നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. വളം ചെയ്യുന്നതും അതേപോലെ പോട്ട് എങ്ങനെ നോക്കണമെന്നുള്ളതും, അതേപോലെ തന്നെ നമ്മൾ ICU മെത്തേഡിൽ എങ്ങനെ ബോഗൻവില്ലയുടെ കട്ടിങ്സ് കിളിപ്പിക്കുന്ന എല്ലാം വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ബോഗൻവില്ലയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മുടെ നല്ലൊരു വെറൈറ്റിയാണ്. റെഡ് വണ്ടർ എന്നാണ് ഈ വെറൈറ്റിയുടെ പേര്. അപ്പോൾ ഇതിലുമൊക്കെ ഫ്ലവർ കുറവാണ്. നേരത്തെ നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ 2-3 ഫ്ലവറിങ് കഴിഞ്ഞ് ഇതിപ്പോൾ വീണ്ടും അടുത്ത സ്റ്റേജ് ഫ്ലവർ ചെയ്തതാണ്. ഇത് ആക്ച്വലി നല്ല ഡീപ്പ് മജന്തയാണ് വരുന്നത് കേട്ടോ. നല്ല മജന്ത എന്ന് വെച്ചാൽ ഒരു അട്രാക്റ്റീവ് മജന്തയാണ്. ഇത് നല്ല രസമാണ് കാണാൻ. നമ്മൾ ഈ വീഡിയോയിൽ അത്രയും ആ ഒരു കളർ വരുന്നില്ല. അത് നേരിട്ട് കാണാൻ അത്രയും ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇത് എൻ്റെ പേര് റെഡ് വണ്ടർ എന്നാണ്. ഇത് വേരിഗേറ്റഡ് ലീവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ലീവ്സും ഒക്കെ കാണാൻ നല്ലതാണ്. നല്ല കളർ, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കളറാണ്. പക്ഷേ വീഡിയോയിൽ ആ ഒരു കളർ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ നോർമൽ മജന്ത പോലെയാണ് കാണുന്നത്. അപ്പോൾ ഇത് അത്ര നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്ലാന്റ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു നല്ല വലിയ പോട്ടിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇതിൻ്റെ പേര് റെഡ് വണ്ടർ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ പോട്ടിലാണ് വെച്ചേക്കുന്നത്. നമ്മളൊരു 16 ഇഞ്ച് പോട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. കാര്യം 16 ഇഞ്ച് പോട്ടൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് പിന്നെ എപ്പോഴും റീപോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അടുത്തത് ഫ്ലെയിം റെഡാണ്. ഫ്ലെയിം റെഡൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫ്ലവർ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് വരുന്ന സ്പ്ലാഷ് കേട്ടോ. സ്പ്ലാഷിൽ ഒരു രക്ഷയും ഇല്ലാതാണ്ട് നിറച്ച് ഫ്ലവറാണ്. സ്പ്ലാഷിൽ എപ്പോഴും ഫ്ലവർ ഉണ്ട് കേട്ടോ. നിറച്ച് ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ് സ്പ്ലാഷ്. സ്പ്ലാഷിന് അതാണ് ഇങ്ങനെ വൈറ്റും വരും, അതേപോലെ അതായത് ഈ ഒരു വേരിയേഷനും വരും. അതാണ് സ്പ്ലാഷിൻ്റെ പ്രത്യേകത. അപ്പം നല്ല ബ്ലൂമിങ് ആയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് സ്പ്ലാഷ്. പിന്നെ നമുക്ക് അടുത്തത് ബ്രസ്സ റെഡാണിത്. ബ്രസ്സ റെഡ് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉള്ള വീഡിയോ ഞാൻ ഇട്ടേക്കാം. ബ്രസ്സ റെഡിൽ ഇനി അടുത്ത സെക്ഷൻ ഫ്ലവർ വരുന്നതേ ഉള്ളൂ. പിന്നെ ഇത് പൂന വൈറ്റ് ആണ്. പൂന വൈറ്റ് നിറച്ച് ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ്. വൈറ്റിൽ നല്ലൊരു വെറൈറ്റി തന്നെയാണ് പൂന വൈറ്റ്. പൂന വൈറ്റിൻ്റെ ഫ്ലവർ ആണ്ടേ നല്ല ഫ്ലവറാണ് കേട്ടോ. പൂന വൈറ്റ് എപ്പോഴും ഫ്ലവറാണ്. ഇപ്പോൾ പൂന വൈറ്റ്. പിന്നെ ഇവിടെ നല്ലൊരു വെറൈറ്റി നമുക്ക് നിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു പിങ്കിൻ്റെ വെറൈറ്റിയാണ്. നല്ല വെറൈറ്റിയാണ്. ഇതിനും കറക്റ്റ് ഒരു ലൈറ്റ് പിങ്ക്. പക്ഷേ ഇതിൽ കളർ കറക്റ്റ് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ലൊരു കളറാണ്. ഇതിന് 2 കളർ വരും കേട്ടോ. വൈറ്റും വരും, അതേപോലെ പിങ്കും വരും കേട്ടോ. ആദ്യം വൈറ്റ് വന്നിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരും. പിന്നെ അടുത്ത വെറൈറ്റി നമ്മുടെ നോർമൽ യെല്ലോ ഇവിടെ നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ നാടൻ യെല്ലോ. നാടൻ യെല്ലോ നിറച്ച് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് നാടൻ യെല്ലോ. വലിയ കെയർ ഒന്നും വേണ്ട. നമുക്ക് നാടൻ വെറൈറ്റീസിന് വലിയ കെയർ ഒന്നും നമുക്ക് വേണ്ട. മഴയൊക്കെ പെയ്യുമ്പം സാധാരണ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ ചിലത് ഡാമേജ് ആവും. അതുകൊണ്ട് മഴ സമയത്തൊക്കെ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസ് സൂക്ഷിക്കുക. ഇത് കണ്ടോ, ഇതാണ് ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞ വെറൈറ്റി. അടിപൊളി ഒരു വെറൈറ്റിയാണ്.
4 5 കളർ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, പിങ്ക്, യെല്ലോ, അതേപോലെ വൈറ്റും വരും കേട്ടോ. ഇത് കൊഴിഞ്ഞ് പോകാറായതാണ്. ഗോൾഡൻ സൺഷൈൻ്റെ കഴിഞ്ഞ് തീർന്ന് ഇത് ഫെയ്ഡായിട്ടുണ്ട്. അപ്പോൾ പുതിയ ഫ്ലവർ വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് വൈറ്റ് വരും, യെല്ലോ വരും. അങ്ങനെയാണ് ഈ ഗോൾഡൻ സൺഷൈൻ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി കേട്ടോ. മേടിച്ച് വെക്കേണ്ട ഒരു വെറൈറ്റി തന്നെയാണ് ഗോൾഡൻ സൺഷൈൻ. അടുത്തതായിട്ട് വരുന്നത് താണ്ട് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് സൂഫിയ ഇന്ത്യാന എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല ഷെയ്ഡാണ് വരുന്നത്, സൂഫിയ ഇന്ത്യാന. അതോ ഇനി സിട്ര ഗോൾഡ് ആണോ എന്ന് എനിക്കറിയില്ല. സിട്രയുടെ കുറേ വെറൈറ്റി ഉണ്ട്. ചിത്ര എന്നൊക്കെ പറയുന്ന, സിട്ര എന്നും പറയും, ചിത്ര എന്നും പറയും. അപ്പോൾ ഇത് എനിക്കറിയില്ല ഏത് വെറൈറ്റി ആണെന്ന്. സൂഫിയ ഇന്ത്യാന ആണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടോ, പല പല കളറാണ്. ഈ ഫ്ലവർ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ടോ, കൊലയായിട്ട് പൂക്കും. ഞാനിത് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. നല്ല യെല്ലോയും ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു വെറൈറ്റി ഇരിക്കുന്നത് ഇതാണ്. വയലറ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. വയലറ്റ് സെപ്റ്റംബർ നല്ല വെറൈറ്റിയാണ്. വയലറ്റ് സെപ്റ്റംബർ ശരിക്കും അങ്ങ് ഫ്ലവർ ചെയ്യും കേട്ടോ. കണ്ടിത് കണ്ട, നിറച്ച് ഫ്ലവർ ചെയ്ത് നിൽക്കുകയാണ്. ഈ വെറൈറ്റി വരുന്നത് ചില്ലി ഓറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നിറച്ച് ഫ്ലവർ ചെയ്യുന്ന ചില്ലി വെറൈറ്റീസിൽ പെട്ട നല്ലൊരു ചെടിയാണ് ചില്ലി ഓറഞ്ച്. ഇത് കാണുമ്പോൾ ഏകദേശം നമുക്ക് ഫ്ലെയിം റെഡുമായിട്ടൊക്കെ ഏകദേശം സാമ്യമുണ്ട്. കാണുമ്പോൾ എല്ലാം ഒരേപോലെയൊക്കെയാണ് തോന്നുന്നത്. ഇത് ചില്ലി ഓറഞ്ച് എന്നും പറഞ്ഞാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത്. ഇനി ഫ്ലെയിം റെഡ് ആണോ എന്നും അറിയത്തില്ല. കാണുമ്പോൾ എല്ലാം ഒരേപോലെ. പിന്നെ ഇലകൾ കാണുമ്പോൾ കുറച്ചൊക്കെ ചില്ലിയുടെ ടൈപ്പാണ്. നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് ഇട്ടേക്കാൻ പറ്റിയ ആണ് ചില്ലി വെറൈറ്റീസ് എല്ലാം. ചില്ലി വെറൈറ്റീസ് എല്ലാം നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാവുന്ന വെറൈറ്റീസാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ ഒരു വെറൈറ്റിയാണ് ചില്ലി ഓറഞ്ച്. ഇനി ഈ വരുന്നത് ബ്രസ പീച്ചാണ്. ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് ബ്രസ പീച്ചും ബ്രസ റെഡും. അപ്പോൾ ബ്രസ പീച്ച് നിറച്ച് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. നല്ല പോലെ കൊല കുത്തി ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ബ്രസ പീച്ച്. അപ്പോൾ ഇതും ഫ്ലവറായി വരുന്നേ ഉള്ളൂ, മൊത്തം ആയിട്ടില്ല. നല്ല തിക്കായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ബ്രസ പീച്ച്. നല്ല കളറുമാണ്. പീച്ച് കളർ നല്ല രീതിയിൽ കിട്ടുന്നൊരു വെറൈറ്റിയാണ് ബ്രസ പീച്ച്. നമുക്ക് ഈ പ്ലാന്റിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റും കൂടാണ് ബ്രസ പീച്ച്. അതേപോലെ ബ്രസ റെഡും അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ്. നിറച്ച് ഫ്ലവർ ചെയ്യുക. അതേപോലെ നമുക്കിത് കട്ടിങ്സ് ഒക്കെ വെച്ച് കിളിപ്പിച്ചെടുക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ബ്രസ പീച്ചും ബ്രസ റെഡും. അപ്പോൾ ഇത് ബ്രസ പീച്ചാണ്. നല്ല ഒരു പീച്ച് വെറൈറ്റി തന്നെയാണ് ബ്രസ. അപ്പോൾ ഇത് ഞാൻ വെച്ചിരിക്കുന്ന ഒരു ചെറിയ പോട്ടിലാണ്. അപ്പോൾ ഇതൊക്കെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് മേടിച്ചതാണ്. നമുക്ക് അടുത്ത ഏതാണെന്ന് നോക്കാം. ഇത് മൊണാലിസ യെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നിറച്ച് ഫ്ലവർ വരുന്ന നല്ലൊരു യെല്ലോ കളറാണ്. നോർമൽ യെല്ലോയിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഒരു ലൈറ്റ് യെല്ലോ ആയിട്ടാണ് വരുന്നത്. നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ ഇലകളാണ് വ്യത്യാസം. മൊണാലിസ ടൈപ്പ് പ്ലാന്റ്സിനൊക്കെ ഇല ചുരുണ്ട രീതിയിലുള്ള ഇലകളായിരിക്കും. മൊണാലിസയ്ക്കുള്ളൊരു പ്രത്യേകത അതാണ്. മൊണാലിസ യെല്ലോ ഉണ്ട്, മൊണാലിസ റെഡ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ യെല്ലോയും റെഡും മാത്രമേ ഉള്ളൂ മൊണാലിസയുടെ. പക്ഷേ റെഡിൽ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതിൽ ഉൾപ്പെടുത്താഞ്ഞത്. ഇത് മൊണാലിസ യെല്ലോ, നല്ല ഒരു ഷെയ്ഡ് വരുന്ന പ്ലാന്റാണ്. ഒരു പ്രത്യേക അട്രാക്ഷനുള്ള ഫ്ലവർ തന്നെയാണ് മൊണാലിസ യെല്ലോ. അതിൻ്റെ ഒരു യെല്ലോയിൽ തന്നെ ഒരു വളരെ ഡിഫറെൻ്റ് ആണ് ഈ മൊണാലിസ യെല്ലോ. പിന്നെ ഇതിൻ്റെ ഇലകൾ കണ്ടതാ, ഇതേപോലെ ചുരുങ്ങിയ ഇലകളാണ്. ഒരു ഡാർക്ക് ഇലകൾ തന്നെ ചുരുങ്ങിയ ടൈപ്പാണ്. നിറച്ച് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ. മൊണാലിസ യെല്ലോ ഒക്കെ നല്ല വെറൈറ്റീസാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത് വരുന്ന പൂന വൈറ്റ് തന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. പൂന വൈറ്റ് നല്ല ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. എല്ലാ നഴ്സറികളിലും ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നൊരു വെറൈറ്റിയാണ് പൂന വൈറ്റ്.
വൈറ്റിൽ തന്നെ എപ്പോഴും നിറച്ച് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് പൂന വൈറ്റ്. നമുക്ക് മേടിച്ച് വെച്ചാൽ ഒരു നഷ്ടവും ഇല്ല, എപ്പോഴും ഫ്ലവറാണ്. അങ്ങനെ ഒരു വെറൈറ്റിയാണ് പൂന വൈറ്റ്. അപ്പോൾ ഇത് നല്ലൊരു സജഷനാണ്. പുതിയതായിട്ട് ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് പൂന വൈറ്റ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വെറൈറ്റീസും കൂടെ ഉണ്ട്. എല്ലാത്തിലും ഒന്നും ഫ്ലവർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഇത് 2 പാർട്ടായിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഞാൻ ആൾറെഡി ഇട്ടിട്ടുണ്ട്, ഇത് സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവർ എല്ലാത്തിലും ഇപ്പം തീർന്ന ഒരു ടൈമാണല്ലോ, മെയ് മാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലവർ എല്ലാത്തിലും കഴിഞ്ഞു വരുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഫ്ലവറുള്ള പ്ലാന്റ്സാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്ത വെറൈറ്റി നമുക്ക് നോക്കാം. ഇത് എപ്പോഴും നമ്മുടെ സ്റ്റാറായിട്ടുള്ള ഫയർ ഓപ്പാലാണ്. എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരമായ ഒരു വെറൈറ്റിയാണ് ഫയർ ഓപ്പാൽ. ഇതിനെ വെല്ലാൻ വേറൊരു പ്ലാന്റ് ഇല്ലെന്ന് തന്നെ പറയാം, അത്രയും നല്ല കളറാണ് ഫയർ ഓപ്പാൽ. നല്ല ഓറഞ്ച് ഷെയ്ഡ് വരുന്ന അടിപൊളി ഒരു വെറൈറ്റിയാണ് ഫയർ ഓപ്പാൽ. ഇത് പണ്ട് മുതലേ നമ്മുടെ നഴ്സറികളെല്ലാം ഏറ്റവും കൂടുതൽ സെയിൽ കിടക്കുന്ന ഒരു പ്ലാന്റാണ് ഫയർ ഓപ്പാൽ. അപ്പോൾ ഇത് ഞാൻ തന്നെ 2-3 പ്ലാന്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. കാര്യം ഇത് നമ്മൾ ഗ്രൂപ്പായിട്ട് വെക്കാമെങ്കിൽ നല്ല ലുക്കായിരിക്കും. എന്ന് വെച്ചാൽ 3-4 പ്ലാന്റ് അടുപ്പിച്ച് വെക്കാമെങ്കിൽ ഫ്ലവർ ചെയ്ത് കിടക്കുമ്പോൾ നല്ലൊരു ഭംഗി വരുന്ന വെറൈറ്റിയാണ് ഫയർ ഓപ്പാൽ. ഫയർ ഓപ്പാലിൽ നമുക്ക് നിറച്ച് ഫ്ലവർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മഴ സമയമാകുമ്പോൾ നമ്മളിതെല്ലാം ഒന്ന് കെയർ ചെയ്യണം. മഴ കുറേ ദിവസം അടുപ്പിച്ച് കൊണ്ടു കഴിഞ്ഞാൽ ചില പ്ലാന്റൊക്കെ കേടായി പോവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഷെയ്ഡിലൊക്കെ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ ഹൈബ്രിഡ് വെറൈറ്റീസിനെയൊക്കെ മഴ സമയത്ത് കുറച്ച് റിസ്ക്കാണ്. നമ്മുടെ പോട്ടിംഗ് മിക്സിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ പോട്ടിംഗ് മിക്സ് പക്കയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി നമ്മൾ അടുത്ത വെറൈറ്റി പരിചയപ്പെടുന്ന സുവർണ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. യെല്ലോയിൽ ഏറ്റവും അടിപൊളി ഒരു വെറൈറ്റിയാണ് സുവർണ. നല്ല ലൈറ്റ് യെല്ലോ ആണെങ്കിൽ പോലും ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ബൾക്കായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുമ്പോൾ കാണുന്ന ആ ഒരു ലുക്ക് അടിപൊളിയാണ്. നല്ല ഒരു വെറൈറ്റിയാണ്. സുവർണ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. നോർമൽ ബോഗൻവില്ല പോലൊക്കെ തന്നെ ഇലയിലൊന്നും വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണാനില്ല. പക്ഷേ ഇതിൻ്റെ ഫ്ലവർ ഒരു പ്രത്യേക അട്രാക്ഷൻ നൽകുന്ന ഒരു ഫ്ലവറാണ്. നല്ല ലൈറ്റ് യെല്ലോ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, നല്ല ലൈറ്റ് യെല്ലോ ആണ്. പക്ഷേ ഇത് ഒരു പ്രത്യേക ലുക്ക് വരുന്നുണ്ട്. ഈ ഫ്ലവർ നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാവരും മേടിച്ച് വെക്കേണ്ട ഒരു വെറൈറ്റി തന്നെയാണ് സുവർണ. ഏറ്റവും കൂടുതൽ സെയിൽ കിടക്കുന്ന ഒരു പ്ലാന്റും കൂടാണ് സുവർണ. അപ്പോൾ ഈ ഒരു വെറൈറ്റി എല്ലാവരും മേടിച്ച് വെക്കാൻ ശ്രമിക്കുക. നല്ലൊരു വെറൈറ്റിയാണ്. ഹാങ്ങിങ് ആയിട്ടും ഒക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ്. ഇനിയിപ്പോൾ അടുത്ത വെറൈറ്റി നമുക്ക് ഏതാണെന്ന് നോക്കാം. അടുത്ത് വരുന്നത് ചില്ലി യെല്ലോ ആണ്. എല്ലാവർക്കും അറിയാവുന്നൊരു വെറൈറ്റിയാണ്, കോമൺ ആയിട്ടുള്ള ചില്ലി യെല്ലോ. ചില്ലിയിൽ ഉള്ള വെറൈറ്റീസ് എല്ലാം നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വെക്കാവുന്ന നല്ലൊരു വെറൈറ്റിയാണ്. ഇത് കറക്റ്റ് നല്ലൊരു യെല്ലോ കളർ വരുന്നുണ്ട്. ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ചില്ലി യെല്ലോ. അപ്പം ചില്ലി യെല്ലോ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട, എല്ലായിടവും കോമൺ ആയിട്ട് ഇപ്പം എല്ലാവരും ചില്ലി വെറൈറ്റീസ് എല്ലാവരുടെയും കയ്യിലുള്ളത് തന്നെയാണ്. അപ്പോൾ ചില്ലി വെറൈറ്റീസിൽ നല്ലൊരു വെറൈറ്റിയാണ് ചില്ലി യെല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2-3 പോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ വേണ്ടി ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പൂക്കാലം വരുമ്പോഴത്തേക്ക് ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഈ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.